നല്ല രസമാണ്. ആൻഡ് ലാലേട്ടൻ വരുന്ന മൊമെൻറ്റ്, ഗൂസ് ബം മൊമെൻറ്റ്, ഇതൊരു എന്താ പറയുക അപൂർവങ്ങളായി സംഭവിക്കുന്ന ഒരു വിസ്മയം തന്നെയാണ് ലാലേട്ടൻ പറയുന്ന മാതിരി. അവർ ചെയ്തില്ല പിന്നെ ആര് ചെയ്യാൻ, ആ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. സിനിമയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച് കുറേ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിനൊക്കെ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഓടി നടന്നതും കഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത് വളരെ സ്പെഷ്യലാണ്. കാരണം മോഹൻലാൽ സാറിൻ്റെ മകൾ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ ലാൽ സാറിനെ മലയാളികൾക്കെല്ലാം അത്ര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ലാൽ സാറിൻ്റെ മകളാകുമ്പോൾ മലയാളികൾക്കത് പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരുപാട് സിനിമകളുടെ ആദ്യ ദിവസം റിലീസിന് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ പ്രത്യേകതയുള്ള ആദ്യ ദിവസമാണ് എനിക്ക്. കാരണം ആശീർവാദിൻ്റെ ഒരുപാട് സിനിമകളുടെ ആദ്യ ദിവസം വന്ന് നമ്മൾ ഇങ്ങനെ നിന്നിട്ടില്ല. ഇത് വളരെ സ്പെഷ്യലാണ്. കാരണം മോഹൻലാൽ സാറിൻ്റെ മകൾ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ ലാൽ സാറിനെ മലയാളികൾക്കെല്ലാം അത്ര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ലാൽ സാറിൻ്റെ മകളാകുമ്പോൾ മലയാളികൾക്കത് പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ സ്നേഹത്തോടു കൂടിയാണ് ഈ സിനിമയെ തുടക്കം മുതൽ അതിൽ കൂടെ യാത്ര ചെയ്തത്. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞപ്പോൾ പല ഭാഗത്തു നിന്നും വിളിച്ച് അറിയിക്കുന്ന സന്തോഷം കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ജൂഡ് അതിന് ഏറ്റവും കൂടുതൽ ജൂഡാണ് ഈ സിനിമയുടെ ഡിസ്കഷൻ മുതൽ ഇവിടെ ഈ സമയം വരെ അതിൻ്റെ കൂടെ നിന്ന് എല്ലാ കംഫർട്ടും കൊടുത്ത് വർക്ക് ചെയ്തു. അപ്പോൾ വിസ്മയുടെ ആദ്യമായ തുടക്കം എന്ന ചിത്രത്തിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചതിന് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. അതിയായ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം പറയുന്നു. കൂട്ടത്തിൽ എൻ്റെ മകനും അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം വിസ്മയുടെ കൂട്ടത്തിൽ, മോഹൻലാൽ സാറിൻ്റെ മകളുടെ കൂട്ടത്തിൽ എൻ്റെ മകനും ഒരു വേഷം ചെയ്യാൻ പറ്റിയതിൽ, അവൻ്റെ ആദ്യ ചിത്രം എന്നുള്ള നിലയിൽ അതും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നു. എല്ലാ പ്രാർത്ഥനകളും എല്ലാ സപ്പോർട്ടും എല്ലാവരുടെയും വേണം. അതിയായ സ്നേഹത്തോടെ പറയുന്നു. എല്ലാവരും സിനിമ കാണണം. വളരെ സ്നേഹത്തോടെ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കും. And I had an amazing time shooting this movie. And നല്ല അഭിപ്രായമുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പടത്തിന് നല്ലൊരു ലാലേട്ടനൊപ്പം ഇപ്പോൾ പ്രണവ് മോഹൻലാലിനൊപ്പം ഇപ്പോൾ മകളിനൊപ്പം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാ. എനിക്ക് പറഞ്ഞില്ലേ, നമുക്കൊക്കെ സ്വപ്നം കാണാൻ മാത്രം മാത്രം കരുതിയിരുന്നതാണ്. അതൊക്കെ ഇപ്പം യാഥാർത്ഥ്യമാകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നല്ല അഭിപ്രായം എല്ലായിടത്തും കേൾക്കുന്നു, എല്ലാവരും വിളിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതൊന്നും ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ എല്ലാവരും കണ്ടോ ഭയങ്കര നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഗംഭീരമായിട്ടുള്ള പ്രസൻസാണ് ഇതിന് പടത്തിലുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അവർ ചെയ്തില്ലേ പിന്നെ ആര് ചെയ്യാൻ, ആ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. സിനിമയ്ക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നല്ല സിനിമകളുടെ ഭാഗമാവുന്നു, അത് ഹിറ്റാവും എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അത് ഹിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും ഹൈ മൊമെൻറ്റ്. ഇവരോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുന്നതിനാണ്, ഇവരുടെയൊക്കെ ആ അഭിനയം കണ്ട് നിൽക്കാൻ പറ്റുന്നതിനാണ് ഏറ്റവും വലിയ ഹൈ. നമ്മൾ അതൊക്കെ കണ്ടാലേ നമ്മൾ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നതന്നെ ഇവരുടെയൊക്കെ. ഇപ്പം ലാൽ സാറിൻ്റെ ആയാലും മമ്മൂട്ടി സാറിൻ്റെ ആയാലും ഇതൊക്കെ കണ്ടാണല്ലോ നമ്മൾ അഭിനയിക്കുക. അപ്പോൾ അവരോടൊപ്പം ഒക്കെ ഉള്ള അഭിനയിക്കുമ്പോൾ കിട്ടുന്ന വിജയങ്ങൾ നമുക്ക് ഏറ്റവും അത്രയും ഹൈ തന്നെയാണ്. ചെയ്യാത്തൊരു പരിപാടി ചെയ്തതിൻ്റെ ഒരു സന്തോഷം. ചെയ്യാത്തൊരു ക്യാരക്ടർ അത് കണ്ടപ്പോൾ പേടിച്ച് സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ എല്ലാവരും അഭിപ്രായം കേൾക്കുമ്പോൾ മാറിയില്ലേ? മാറി. ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ സിനിമയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച് കുറേ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിനൊക്കെ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഓടി നടന്നതും കഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം. അതെ വിസ്മയുടെ തുടക്കം, അതിൻ്റെ കൂടെ തുടങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷം. താങ്ക് യു. സുഖം. അവ വിളിച്ചിട്ടുണ്ടേ ഇപ്പോൾ തുടക്കം ഭയങ്കര അടിപൊളിയായി. ഞാൻ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പിയാണ് ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഭാഗമായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒറ്റ ഷോയെ കഴിഞ്ഞുള്ളൂ. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ഞാനിങ്ങനെ ആക്ച്വലി വിചാരിച്ചത് ഈ സിനിമയിൽ ഇല്ലാത്ത പോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കര വർക്കായി. ആൻഡ് ഇത്രയും നല്ലൊരു വലിയ സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര ഹാപ്പിയാണ്. വിസ്മയുടെ തുടക്കമാണ്. അതെ, വിസ്മയുടെ ഫസ്റ്റ് ഡേയിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. പക്ഷേ ഇത് സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഫൈറ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുപോലെ തന്നെ ജോക്കുവിൻ്റെയും ഫസ്റ്റ് ആ ഒരു ഷോട്ട് ഞങ്ങൾ തമ്മിലുള്ള ഷോട്ടായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്.
അപ്പം അവിടെ കണ്ടിരുന്നെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുമ്പോൾ അമേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമാണ്. ആൻഡ് ലാലേട്ടൻ വരുന്ന മൊമെൻറ്റ്, ഗൂസ് മൊമെൻറ്റ്, ഇതൊരു എന്താ പറയുക അപൂർവങ്ങളായി സംഭവിക്കുന്ന ഒരു വിസ്മയം തന്നെയാണ് ലാലേട്ടൻ പറയുന്ന മാതിരി. സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു ബിഗിനർ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും? ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ എന്താണോ പറഞ്ഞു വെക്കേണ്ടത് അതുപോലെ എനിക്കൊന്നു ഇതിൻ്റെ സബ്ജക്റ്റ് ഭയങ്കര റെലവൻ്റാ, എക്കാലത്ത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സബ്ജക്റ്റും കൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നു കുടുംബങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ഡെഫിനറ്റ്ലി. താങ്ക് യു. ലാലേട്ടൻ്റെ മകൾ വരുമ്പോൾ ഒരു കുടുംബ ചിത്രമായിട്ട് കുടുംബ പ്രേക്ഷകരിലെ അതാ ഇതിനകത്ത് പറയാനും പറ്റത്തില്ലല്ലോ. ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുമ്പോൾ നമുക്ക് തോന്നുക ശരിക്കും ആക്ച്വലി അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് സ്പോയിലറായി പോകും. അത് എല്ലാവരും കണ്ട് ആസ്വദിക്കട്ടെ ആ ഗൂസ് ബം മൊമെന്റ്. യാ താങ്ക് യു.